ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കേക്കിൽ വിഷം ചേർത്ത് കൊല്ലാൻ ഞാൻ ശാലിനിയെ ശ്രമിച്ചു എന്നുള്ള ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ശ്യാമ കേട്ടല്ലോ. പിന്നീട് ശ്യാമ പിറകെ ഓടുകയാണല്ലോ മധുശ്രീ തൻ്റെ കൂട്ടുകാരനോടാണ് ഇത് പറയുന്നത്. അങ്ങനെ ശ്യാമ അത് കേട്ടിട്ട് ശ്യാമ കൊല്ലാൻ വേണ്ടി ഒരുങ്ങാണ്. അങ്ങനെ ശ്യാമ എന്തിനാണ് മധുശ്രീയെ ഇട്ട് ഓടിക്കുന്നത് അറിയാൻ വേണ്ടി ശാലിനി പിറകെ പോകുന്നു കേട്ടോ. അങ്ങനെ ശാലിനി എന്ത് ചെയ്യുന്നു, ഈ ഒരു ശൂലം കൊണ്ട് കുത്താൻ നോക്കുന്ന സമയത്ത് ശാലിനി പെട്ടെന്ന് തടയാണ്. എന്തിനാണ് നീ ഇവളെ കുത്തുന്നത്? ഇവളൊരു ഫ്രോഡാണ്, ഇവളെ കൊന്നിട്ടല്ല നീ ജയിലിൽ പോകേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ, ചേച്ചി ഇവള് എന്താ ചെയ്തിരിക്കുന്നത് എന്നറിയോ? എന്താ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ വിഷ്ണുവേട്ടനെ കല്യാണം കഴിച്ച് സത്യാമ്മയുടെ കുടുംബം തകർക്കുക, അതുപോലെ തന്നെ ശാലിനിയേച്ചിയെ ഇല്ലാതാക്കുക, ഇത് രണ്ടും ഇവള് ചെയ്തിരിക്കുന്നത്. ഇന്ന് കേക്കിൽ വിഷം കലർത്തി ചേച്ചിയെ കൊല്ലാൻ നോക്കി എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശാലിനി ആകെ ഞെട്ടിപ്പോവാണ്. ഇവളെ വന്നിരിക്കുന്ന ആ സുസ്മിതയുടെ വാക്ക് കേട്ടിട്ട് കുഞ്ഞച്ചിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി മാത്രമാണ് സത്യാമ്മയുടെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെയുള്ള സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം മധുശ്രീ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നത് ശ്യാം കേട്ടതാണ്. അങ്ങനെ ഈ സമയം നേരാണോടി ഞാൻ ഈ കേൾക്കുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്നെ വെറുതെ വിടും, നേരാണ്, ഞാനത് ചെയ്തത് തന്നെയാണ് എന്ന് പറയുമ്പോൾ വീണ്ടും കുത്താൻ ശ്രമിക്കുകയാണ് ശാലിനി ആ ശൂലം മേടിച്ചിട്ട്. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല, നീ ഒരു IAS ആവാതിരിക്കാൻ ഞാനാണ് നിന്നെ തടഞ്ഞത്, അല്ലായിരുന്നെങ്കിൽ നീ ഇന്നിപ്പോൾ ഈ ഒരു ലോകം മുഴുവൻ നീ നശിപ്പിച്ചേരാ, അത്രയും വൃത്തികെട്ടവളാണ് നീ, അത്രയും ഒരു ഇതാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശാലിനി ഇങ്ങനെ ആ വടി കൊണ്ട് കുത്താൻ നോക്കുന്ന സമയത്ത് ശാലിനിക്ക് പിന്നീട് തോന്നുകയാണ്, വേണ്ട, ഇവൾ ചെയ്ത തെറ്റ് സത്യാമ്മയിൽ നിന്ന് തന്നെ ഇവൾക്ക് ശിക്ഷ കിട്ടട്ടെ എന്നുള്ള തീരുമാനം ശാലിനി എടുക്കണം കേട്ടോ. അങ്ങനെ ശാലിനി എന്ത് ചെയ്യുന്നു, സത്യാമ്മയുടെ വീട്ടിലോട്ട് മധുശ്രീയെ പിടിച്ച് വലിച്ചഴിച്ചിട്ട് ശാലിനിയും ശ്യാമയും കൂടി കൊണ്ടുപോവാണ്. എന്നാൽ ഈ സമയം മധുശ്രീക്ക് നല്ല പേടിയുണ്ട്, എങ്കിലും കൂടിയിട്ട് പോകല, നിവൃത്തിയില്ല, താൻ മരിക്കുന്നതിനേക്കാൾ നല്ലത് സത്യാമ്മയുടെ അടുത്തോട്ട് പോവാണ് നല്ലത് എന്ന് കരുതിയിട്ട് സത്യാമ്മയുടെ അടുത്തോട്ട് ചെല്ലാൻ കേട്ടോ. അങ്ങനെ സത്യാമ്മയുടെ കാൽക്കൽ മധുശ്രീയെ കൊണ്ടുപോയി അങ്ങ് ശാലിനി അങ്ങ് ഇടാൻ കേട്ടോ. ഇതേ സമയം രാഘവൻ ചോദിക്കും, മധുശ്രീയെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവളൊരു ഫ്രോഡ് പെണ്ണാണ്, എന്തിനാ ഈ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോഴേക്കും അവിടെ പപ്പിയൊക്കെ പറയാൻ ബാഡ് ഗേൾ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സത്യാമ്മ ഇങ്ങനെ ഗൗരവത്തോടു കൂടി നിൽക്കുകയാണ്. ഇതേ സമയം എന്താ ശാലിനി, ഇവളുമായിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയാണ്, അച്ഛാ, ഇവളൊരു പെരുങ്കള്ളിയാണ്, നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുവേട്ടനെ കല്യാണം കഴിക്കുക എന്ന മുഖേന ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് ശ്യാമ പറയണം കേട്ടോ. അത് കേട്ട ഉടനെ രാഘവൻ ചോദിക്കുക, എന്താണ് ശരിക്കും ഉണ്ടായത്? അപ്പോഴേക്കും സത്യാമ്മ പറയണേ, എന്താണ് ശ്യാമ ഉണ്ടായത്, കാര്യം പറ എന്ന് പറഞ്ഞ ഉടനെ ഇവൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഈ ഒരു ഫംഗ്ഷനിടയിൽ ഇവിടെ കേക്കിൽ വിഷം കലർത്തി ഇവിടെ എൻ്റെ കുഞ്ഞേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയാം കേട്ടോ. കുഞ്ഞേച്ചി എന്നല്ല, ഇവിടെ ആർക്കോ ഒരു ഡെഡ് ബോഡി കാണാനാണ് ഇവൾ ഉദ്ദേശിച്ചത്, പക്ഷേ ദൈവാധീനം കൊണ്ട് ആ കേക്ക് അങ്ങനെ അങ്ങ് ആയിപ്പോയി എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഈ കാൽ കീഴിൽ കിടക്കുന്ന ഏകദേശം രാഘവൻ്റെ അടുത്തായിരിക്കും. രാഘവൻ എന്ത് ചെയ്യുന്നു, തൻ്റെ പടി കൊണ്ട് ഒരു ഒറ്റയടിയാണ് മധുശ്രീ അടിക്കണേ. അങ്ങനെ രാഘവൻ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുമ്പോൾ സത്യാമ്മ പറയാൻ, നിർത്തവിടെ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം സത്യാമ്മ ചോദിക്കും, നീ എന്താടി കാണിച്ചത് എന്ന് പറയണേ. അപ്പോഴേക്കും ഉണ്ടായതൊക്കെ തുറന്ന് പറയടി എന്ന് ശാലിനി പറയണേ. അങ്ങനെ ഉണ്ടായതൊക്കെ തുറന്ന് പറയണേ, എന്നോട് സുസ്മിത പറഞ്ഞത് പ്രകാരമാണ് ഞാൻ വിഷ്ണുവേട്ടനെ പെണ്ണ് കാണാൻ വന്നത്. അപ്പോൾ വിഷ്ണുവേട്ടനെ എനിക്ക് ഇഷ്ടമായതും ഈ ശാലിനിയോടുള്ള പ്രതികാരം, ഞാനൊരു IAS ആവണമെന്നായിരുന്നു എൻ്റെ മോഹം, പക്ഷേ അത് തകർത്തത് ഇവളൊറ്റ രീതിയാണ്. ഞാനിങ്ങനെ മദ്യത്തിന് അടിമയാണെന്ന് പറഞ്ഞ് ഇവള് എൻ്റെ ജീവിതം തകർത്തു. അതിനുശേഷമാണ് ഞാൻ ഈ കുടി തുടങ്ങിയത്. ഇതിന് കാരണക്കാരി ഇവളാണ്, ഈ ശാലിനിയാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ജീവിതം തകർത്തു കഴിഞ്ഞാൽ അത് ശാലിനിക്ക് താങ്ങില്ല. ശാലിനിക്ക് സത്യാമ്മയുടെ കുടുംബത്തെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവൾക്ക് താങ്ങില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വിഷ്ണുവിനെ കല്യാണം കഴിച്ച് കുടുംബം തകർക്കുക എന്നുള്ളതായിരുന്നു എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ആകെ ഞെട്ടിപ്പോവാണ്. ഇത് കേൾക്കുന്ന രോഹിത് പറയണേ, നീ എന്താടി നീ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു കുടുംബം തകർക്കാൻ ശാലിനിയോടുള്ള പ്രതികാരം ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് രോഹിത് അടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ശരിക്കും ഈ ഒരു റോള് മധുശ്രീ അല്ല, റീമേക്കിൽ ശരിക്കും ഇവിടെ വരുന്നത് സുസ്മിതയാണ് കേട്ടോ. പക്ഷേ റീമേക്കിൽ അങ്ങനെയാണ്, എന്നാൽ നമ്മുടെ മലയാളത്തിൽ മധുശ്രീയാണല്ലോ. അങ്ങനെ രോഹിത് ശരിക്കും ഈ സുസ്മിതയാണെന്ന് കരുതി അടിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ മധുശ്രീ ആയതുകൊണ്ട് അടിക്കുന്നുണ്ടാവില്ല. അങ്ങനെ സത്യാമ്മ ചോദിക്കും, ഞാൻ ഈ കേട്ടതെല്ലാം
സത്യമാണോ എന്നിങ്ങനെ സത്യാമ്മ എങ്ങനെ മധുശ്രീയോട് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ മധുശ്രീ പറയും, സത്യാമ്മേ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ എനിക്ക് സത്യാമ്മയോടോ വിഷ്ണുവേട്ടനോടോ ആരോടും പകയില്ല. ഞാനിവിടെ പക കാണിക്കുന്നത് ഈ നിൽക്കുന്ന ശാലിനിയാണ്. എൻ്റെ IAS ആ സ്വപ്നം ഇവള് എന്നിൽ നിന്നും പറിച്ചു കളഞ്ഞത് ഇവളാണ് ഞാൻ എന്ന വ്യക്തിയെ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് ഇവളെ സംബന്ധിക്കുന്ന ആളുകളെ എല്ലാം എനിക്ക് തകർക്കണം എന്ന് തോന്നി. അത് ഞാൻ ചെയ്തു. അതിലെന്താ തെറ്റ്? ഞാനത് ചെയ്യുന്നതിൽ സത്യാമ്മ പറ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. അത് കേൾക്കുന്ന സത്യാമ്മ പറയാണ്, സത്യാമ്മ അങ്ങനെ കുറച്ച് നേരം നിൽക്കും. അപ്പോൾ ശാലിനി പറയാണ്, വിഷ്ണുവേട്ടനെ കല്യാണം കഴിച്ച് ഇവള് സത്യാമ്മയെ തകർക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇന്നിപ്പോൾ കേക്കിൽ വിഷം വെച്ചത് ആര് കഴിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, പേരിനെ എന്നെ പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് സത്യാമ്മ പറയണേ, ഇവിടെ പ്രതി മധുശ്രീയല്ല നീയാണ്. നീ വന്ന കാലം മുതലേ നീ ഇതേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഈ കുടുംബത്തിന് നാശം വരുന്ന പ്രവൃത്തികളാണ് നിന്റെ കൈകളിലുള്ളത് എന്ന് സത്യാമ്മ ശാലിനിയെ കുറ്റപ്പെടുത്തുമ്പോൾ അത് തനിക്ക് താങ്ങാൻ കഴിയാത്തൊരു വാക്കായി മാറുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്യാമ പറയും, സത്യാമ്മേ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് മധുശ്രീയല്ലേ, അപ്പം എന്തിനാ എൻ്റെ കുഞ്ഞേച്ചിയെ പറയുന്നത്? എടി തെറ്റ് ആര് ചെയ്താലും അതിന് ഇരയാവുന്നത് എൻ്റെ മകനാണ്, അത് മനസ്സിലാക്കണം. ആരോടുള്ള പ്രതികാരം കൊണ്ടാണ് എൻ്റെ മകൻ അവൻ്റെ ഇഷ്ടത്തിന് അവൾ പറഞ്ഞത് പ്രകാരം അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടല്ലേ ഇന്ന് എൻ്റെ മകന് ഈ ദുരിതം വന്നത്. അതുകൊണ്ട് അവളാണ് ഇവിടെ പ്രതി. നിൻ്റെ കുഞ്ഞേച്ചി എന്ന് പറയുന്ന ശാലിനി അവൾ എന്ത് നല്ല പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്? ഒരു നല്ല പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എൻ്റെ കുടുംബത്തെ എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് അവൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ഉടൻ തന്നെ ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? വേണ്ട, നീ ഇനി ഒന്നും മിണ്ടണ്ട. നീ എവിടെ കൂടിയോ അന്നൊക്കെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ സംസാരം എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണുവിന് ഒട്ടും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതേ സമയം ശാലിനി കരഞ്ഞും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങാണ്. ഇനിയാണ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന മധുശ്രീയുടെ ഫോണ് മധുശ്രീയെ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെ വഴിയിൽ വീണിട്ടുണ്ടാവും കേട്ടോ. അത് ഇനി ശാലിനിയുടെ കയ്യിൽ കിട്ടാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് പേടിച്ച് വിറച്ച് തൻ്റെ പേര് മധുശ്രീ ഇനി വെളിപ്പെടുത്തുമോ എന്ന പേടിയിൽ ഇങ്ങനെ കാർത്തിക നിൽക്കായിരിക്കും. അങ്ങനെ കാർത്തിക മധുശ്രീയെ ഇറക്കി വിട്ടെന്ന് കാണുമ്പോൾ കാർത്തിക പെട്ടെന്ന് മധുശ്രീക്ക് വിളിക്കാനായിട്ട്. അപ്പോൾ ഫോൺ കോൾ എടുക്കുന്നത് ഇനി ശാലിനി ആയിരിക്കും കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് രാഘവൻ പറയുന്നുണ്ട്, എന്തിന് ഏത് സമയത്തും നിനക്ക് ആര് ചെയ്ത കുറ്റവും നീ എന്തിനാണ് ശാലിനിയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത്? അവൾ അതിന് മാത്രം എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത ആ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും നീ ഇങ്ങനെ കൊല്ലുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം തൻ്റെ അമ്മയുടെ മുന്നിൽ തൻ്റെ ഭാര്യയുടെ നിരപരാധിത്വം തെളിയിക്കണമെന്നതുകൊണ്ടാലോ കാർത്തികയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത വിവാഹം പറഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് വളരെ വിഷമമാവാണ്. എന്നാൽ ഭാമ നീ ചെയ്യുന്നത് അതിര് കടക്കുന്നു. ഈ പാപമെല്ലാം നീ എവിടെ കൊണ്ടുപോയി കളയാനാണെന്ന് എനിക്കറിയില്ല. ആ പെൺകുട്ടിയെ കണ്ടാൽ നീ എന്തിനാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ കാണിച്ചു കൂട്ടുന്ന തെറ്റ് അവൾ ഈ വീടിനോട് ഈ കുടുംബത്തോട് ചെയ്തതെല്ലാം എന്ത് എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ പറയും, കഴിഞ്ഞതൊന്നും നീ മറക്കണ്ട. നീയാണ് ചെയ്തത്. നിൻ്റെ എടുത്തുചോട്ട, നിൻ്റെ മുൻകോപം, അതുകൊണ്ടാണ് ഇന്ന് വിഷ്ണുവിൻ്റെ ജീവിതം ഇങ്ങനെ ഒരു തകർച്ചയിലെത്തിയത്. അത് കേൾക്കുന്ന സത്യാമ്മ പറയാണ്, എൻ്റെ വിഷ്ണുവിന് എന്ത് തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്? വിഷ്ണുതാ നിൽക്കുന്നു. വിഷ്ണുവിന് യാതൊരു കുഴപ്പമില്ല. അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഇതിലും വലിയ സന്തോഷം ഇനി അവൻ എന്ത് എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ ചോദിക്കാൻ കേട്ടോ. ഇതേ സമയം താൻ എന്ത് ഇനി പറഞ്ഞിട്ടോ തൻ്റെ ഭാര്യയോട് കാര്യമില്ല. കാരണം തൻ്റെ ഭാര്യയ്ക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്നുള്ളൂ എന്നിങ്ങനെ സത്യാമ്മ മനസ്സിലാക്കാനായിട്ടോ. അങ്ങനെ ശാലിനിയോടുള്ള വെറുപ്പ് മാറാതെ ഇങ്ങനെ സത്യാമ്മ മധുശ്രീ ചെയ്ത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ശാലിനിയുടെ പേരിൽ കുറ്റമിട്ട് ശാലിനിയെ കരയിപ്പിച്ച് അവിടെ നിന്ന് ഇറക്കുമ്പോൾ ശാലിനി വീണ്ടും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനി ശ്രമിക്കുന്നുണ്ട് കേട്ടോ.